മത്സരിക്കേണ്ടെന്ന് KPCC തിരഞ്ഞെടുപ്പ് സമിതിയിൽ തീരുമാനം. സമിതി അംഗങ്ങളായ MP-മാർക്ക് പേരുകൾ നിർദ്ദേശിക്കാം. സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ സമിതി പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയും ചുമതലപ്പെടുത്തി. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുന്നു. ബിനിൽ, MP-മാർക്ക് ഒരു ഇളവ് കിട്ടുമോ എന്നുള്ളതിലായിരുന്നു ചർച്ചകളൊക്കെ നടന്നത്. ഇളവില്ല. സേതു, അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ആ തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ കേരളത്തിലെ എന്നുള്ള MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം തന്നെയാണ്, തീരുമാനം തന്നെയാണ് തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അവർക്ക്, അതായത് ഇവിടെ സമിതിയിലുള്ള MP-മാർക്ക് അവർക്ക് ആ പേരുകൾ നിർദ്ദേശിക്കാൻ സാധിക്കും. മത്സരിക്കുന്നത് അത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഒരു അനുകൂല സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഒരു ഭരണത്തിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അവിടെ MP-മാർ മത്സരിച്ചാൽ അത് വീണ്ടും ഒരു നെഗറ്റീവായി മാറും എന്ന ഒരു പൊതു അഭിപ്രായമാണ് ഉയർന്ന വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ നേരത്തെ MP-മാർക്ക് മത്സരിക്കുന്നതിൽ ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു. അടൂർ പ്രകാശ് അടക്കം അക്കാര്യം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് MP-മാർക്ക് മത്സരിക്കാൻ തടസ്സമില്ല, അത് ഹൈക്കമാൻഡ് അംഗീകരിച്ചാൽ മത്സരിക്കാൻ തടസ്സമില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴെന്തായാലും സംസ്ഥാനത്ത് ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നു. അത് VD സതീശനും KPCC പ്രസിഡന്റും രമേശ് ചെന്നിത്തല അടക്കം പ്രധാന നേതാക്കളൊക്കെ ഈ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിലാണ് ഇങ്ങനെയൊരു പൊതു അഭിപ്രായം ഉയർന്നു വരികയും ചെയ്തത്. MK രാഘവൻ MP-യും അതോടൊപ്പം തന്നെ K സുധാകരനുമാണ് ഈ യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ പങ്കെടുത്തത്. അവരിരിക്കെ തന്നെയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ആ തീരുമാനം വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ, അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിനെ ഈ തീരുമാനം അറിയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് വൈകാതെ തന്നെ അറിയിക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ ഈ യോഗങ്ങൾ, ഇപ്പോൾ ആദ്യം കഴിഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് ആദ്യം കഴിഞ്ഞത്. ഇനി 3 ജില്ലാ കമ്മിറ്റികളുമായിട്ടുള്ള യോഗമുണ്ട്. ഇപ്പോൾ കൊല്ലം DCC പ്രസിഡന്റും അവിടെ നിന്നുള്ള സംസ്ഥാന ഭാരവാഹികളുമായി സംസാരിക്കുകയാണ്. അതിനുശേഷം അവിടുത്തെ സ്ഥിതിയിൽ വിലയിരുത്തും. ഇന്ന് 3 ജില്ലാ കമ്മിറ്റികളുമായി ഒരു കൂടിക്കാഴ്ചയുണ്ട്. അതിപ്പോൾ അതിൻ്റെ ആദ്യത്തെ കൂടിക്കാഴ്ച കൊല്ലമാണ്. അതിനുശേഷം പത്തനംതിട്ട DCC എന്നുള്ള അവിടുത്തെ നേതാക്കളും അവരുടെ സംസ്ഥാന ഭാരവാഹികളൊക്കെ അവിടെ നിന്നുള്ള സംസ്ഥാന ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തും. ശേഷം ഏറ്റവും ഒടുവിലായിരിക്കും തിരുവനന്തപുരം. ഏകദേശം 8 മണിക്കായിരിക്കും ആ കൂടിക്കാഴ്ച ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, ഈ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനുള്ള ചുമതലപ്പെടുത്തൽ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റുമാണ് ആ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. അവരായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതും അതിനുശേഷം അത് സ്ക്രീൻ കമ്മിറ്റിക്ക് അയക്കുന്നതും. അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. സ്ക്രീൻ കമ്മിറ്റി അത് പരിശോധിച്ച ശേഷമാകും ഹൈക്കമാൻഡിലേക്ക് ആ പട്ടിക കൈമാറുക. ഓക്കെ ബില്ലേ, ശരി. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം MP-മാർക്കൊക്കെ മത്സരിക്കാൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ഒരു ഇളവ് കിട്ടുമോ എന്നത് കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകളൊക്കെ നടന്നത്. ഇപ്പോൾ ഇളവില്ല എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ